Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഒരു അടിപൊളി അറേബ്യൻ കപ്സ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കപ്സ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്, 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ടൊമാറ്റോ സോസ് അതല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കപ്സ മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ് നമുക്ക് കപ്സ ഉണ്ടാക്കാൻ ആവശ്യമായത്. പിന്നെ അരി എടുത്തിരിക്കുന്നത് 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. മന്തി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബിരിയാണി റൈസ് എടുക്കണമെങ്കിൽ എടുക്കാം. മന്തി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് മന്തി റൈസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ ചില്ലി സോസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കപ്സ ഉണ്ടാക്കുന്നത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 1.5 കിലോ ചിക്കനും 1.5 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ വലിയൊരു ബിരിയാണി പോട്ടിൽ കയ്യിലുണ്ട്. 13 ലിറ്ററിന്റെ ബിരിയാണി പോട്ടാണുള്ളത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ഓയിലും നെയ്യും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കപ്സ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നെയ്യും ഓയിലും ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും 100 ഗ്രാം ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇതിപ്പോ ഞാൻ റൈസിലേക്കും പിന്നാണെങ്കിൽ ചിക്കനിലേക്കുള്ളതാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഉപ്പ് കുറവായിരിക്കും. ഉപ്പ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. കപ്സ മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ചേർത്തിളക്കാം. ഇതിലേക്ക് 2 വലിയ ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. 2 ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചില്ലി ആൻഡ് ടൊമാറ്റോ സോസ് ആണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തുള്ളത് കടയിൽ വാങ്ങാൻ കിട്ടും. അത് ഒഴിച്ചു കൊടുക്കാം. എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ, കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ ഇട്ട് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വിസിലിന് എടുത്താൽ മതി. ഇതിപ്പോ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കുന്നത്. ചിക്കൻ നമുക്ക് വേണമെങ്കിൽ പൊരിച്ചിട്ട് വേണമെങ്കിലും കപ്സ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ പൊരിക്കാതെ ചെയ്യുന്നതാണ്. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. പൊരിച്ചിട്ടും ഉണ്ടാക്കാം, പൊരിക്കാതെ ഉണ്ടാക്കാം.
ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കപ്സനയ്ക്ക് വേണ്ട മസാലയും ചിക്കനും എല്ലാം വെന്ത് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറവായിരുന്നു. അതേമാതിരി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഞാൻ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാത്രത്തിന്റെ അളവിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അരി എടുക്കുമ്പോൾ ഇത് 3 കപ്പിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം 3 എണ്ണത്തിന് പകരം നമ്മൾ വെള്ളം 6 കപ്പാണ് എടുക്കേണ്ടത്. അപ്പൊ 6 ആവശ്യമില്ല, നമുക്ക് 5 മതി. കാരണം ഓൾറെഡി ഇതിൽ ഗ്രേവിയും കുറച്ച് വെള്ളവും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരി ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ചൂടുവെള്ളം ആക്കി വെച്ചതാണ്. 5 കപ്പാണ് ഒഴിക്കുന്നത്. 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഓൾറെഡി മസാലയിൽ ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കനിൽ ഇറങ്ങിയിരിക്കുന്ന വെള്ളവും മസാലയും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉപ്പും കൂടി ഒന്ന് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. അതിന് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ 5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അരി ഇട്ട് കൊടുക്കാം. അരി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ അറേബ്യൻ ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയി പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഈസ്റ്റർ.